നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് ടർബോ. വൈശാഖാണ് സംവിധാനം. അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ് ആണ് തിരക്കഥ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത്. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ സിനിമ ഗംഭീര വിജയമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ ഇന്ന് മലയാള സിനിമയ്ക്ക് വേണ്ടപ്പെട്ട പേരുകളാണ്. അത്യാവശ്യം നല്ല ഹിറ്റുകൾ നൽകിയിട്ടുള്ള ടീമാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. വീഡിയോ എല്ലാവരും കാണുക. ഈ ടർബോ എന്ന സിനിമ മമ്മൂക്കയുടെ ആരാധകരും മാത്രമല്ല കേട്ടോ, സിനിമ പ്രേമികൾ ഒന്നൊക്കെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഒരു നല്ല ഇടിപ്പടത്തിൻ്റെ കുറവ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല കണ്ടന്റുള്ള സിനിമകൾ വന്നിട്ട് ആ ഒരു തരത്തിലുള്ള സിനിമകളെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ഇടിപ്പടം അത്യാവശ്യമായിട്ടും നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു സമയത്ത് ടർബോ എന്ന സിനിമ ഇറങ്ങുമ്പോൾ അത് എന്തായാലും ആളുകൾ കാത്തിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമയുടെ പുതിയതായിട്ടുള്ളൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര പോസ്റ്ററാണ്. ഹെവി ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള പോസ്റ്ററുകളാണ് ഇതുവരെയായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് വന്നിട്ടുള്ള പോസ്റ്ററും അതിഗംഭീരം തന്നെയാണ്. അപ്പോൾ പോസ്റ്ററിനെ കുറിച്ചൊരു കുറ്റം പറയാനും ഒന്നും തന്നെ ഇല്ല. പക്ഷേ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ. മമ്മൂക്ക തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. എന്നിട്ട് പോലും ഈ ടർബോ എന്ന സിനിമയ്ക്ക് വേണ്ട രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതി നിറയുണ്ട്. എനിക്കും അങ്ങനെ ഒരു പരാതി ഉണ്ട്. കാരണം മറ്റൊന്നല്ല, ഈ സിനിമ അത്യാവശ്യം ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ 1-2 തവണ സിനിമയുടെ റിലീസ് ഡേറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കളിച്ചിട്ടുള്ളൊരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്ക് ഇപ്പോഴും കറക്റ്റ് റിലീസ് ഡേറ്റ് അറിയില്ല. അതായത് ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളും എത്തിച്ചാൽ മാത്രമേ ഈ ഒരു സിനിമ എന്നാണ് റിലീസാവുന്നത്, എത്ര തിയേറ്ററിലാണ് റിലീസാവുന്നത്, ഏതൊക്കെ തിയേറ്ററിലാണ് റിലീസാവുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് മെയ് മാസം 23-ാം തീയതിയാണ്. അതായത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ടർബോ റിലീസാവാനുള്ളൂ. എന്നിട്ട് പോലും അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിൽ പ്രൊമോഷനോ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്നുകൂടി ഒരു സിനിമ ഉഷാറാവും. കാരണം ഈ ഒരു സിനിമ മമ്മൂക്കയുടെ കരിയറിൽ അത്യാവശ്യം വേണ്ട രീതിയിൽ കളക്ട് ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം മമ്മൂക്കയെ നമുക്ക് എങ്ങനെയാണോ കാണാൻ സാധിക്കുക അതുപോലെ കാണിച്ചു തരുന്ന ഒരു സിനിമയായിരിക്കും ടർബോ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ പ്രൊമോഷൻ പരിപാടികൾ അണിയറ പ്രവർത്തകർ ചെയ്തു കഴിഞ്ഞാൽ ഗുണങ്ങൾ ഒരുപാടുണ്ടാവും. സിനിമയുടെ കളക്ഷൻ റെക്കോർഡ്, അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന സ്ക്രീനുകളുടെ എണ്ണം എല്ലാം തന്നെ പ്രൊമോഷൻ പരിപാടികൾ അത്യാവശ്യം ഒന്നുകൂടി കൊഴുപ്പിച്ചാൽ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതെന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടേതായിട്ട് നല്ലൊരു ടീസറോ അല്ലെങ്കിൽ നല്ലൊരു ട്രെയിലറോ ഇറക്കുക. അതുപോലെ തന്നെ ഇടവിട്ട് നല്ല അടിപൊളി പോസ്റ്ററുകൾ ഇറക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഓൺലൈൻ മുഖേനയുള്ള കുറച്ച് പ്രൊമോഷൻ പരിപാടികളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. അതായത് ഒരുപാട് ജനറേഷൻ്റെ സൂപ്പർ താരമാണ് മമ്മൂക്ക. അതുകൊണ്ട് തന്നെ കുറച്ച് ഏജായ ആളുകളും മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, മമ്മൂക്കയെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവർക്ക് ഒരു ന്യൂസ് പേപ്പർ പോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ ഒന്നുകൂടി പരസ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രൊമോഷൻ പരിപാടികളൊന്നും സിനിമയുടെ വിജയത്തിനെയോ പരാജയത്തിനെയോ ബാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ആദ്യ ഷോ കഴിയുന്നതോടുകൂടി തന്നെ അത്യാവശ്യം എല്ലാവരും അറിയും സിനിമ നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ പരിപാടികൾ കൊണ്ടുള്ള ഗുണങ്ങളൊന്നും വേറെ എടുത്തു പറയേണ്ടതില്ല. പക്ഷേ ആദ്യ ദിന കളക്ഷൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മമ്മൂക്കയുടെ ഈ ഒരു ടർബോ എന്ന സിനിമ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് പൊട്ടിച്ച് പിന്നീട് അങ്ങോട്ട് സകല റെക്കോർഡുകളും പൊട്ടിച്ച് പോകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ആദ്യം കളക്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രൊമോഷൻ പരിപാടികളൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊമോഷൻ ഒരുപാട് കൊടുത്തു, സിനിമയ്ക്ക് ഹൈപ്പ് കൂടി, ആ ഹൈപ്പിനൊത്തിരി സിനിമ വന്നില്ലെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കും, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഓവർ ഹൈപ്പ് കൊടുക്കാതെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടമാണ്. കാരണം സിനിമ എല്ലാവരും അറിയണം. ആദ്യ ദിനം ഒരുപാട് ആളുകൾ തിയേറ്ററിലേക്ക് വരികയാണ്. പിന്നീടാണ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. സിനിമ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രൊമോഷൻ പരിപാടികൾ അതിനെ ബാധിക്കാനൊന്നും പോകുന്നില്ല. അണിയറ പ്രവർത്തകർ ഈ ഒരു സിനിമയെ വേണ്ട രീതിയിൽ ഒന്ന് യൂസ് ചെയ്യുക. മമ്മൂട്ടിയുടെ ആയിട്ട് ഇറങ്ങുന്ന സിനിമകളെല്ലാം അതിഗംഭീര സിനിമകളാണ്. കുറച്ച് വർഷങ്ങളായിട്ട് മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് വേണ്ട രീതിയിൽ പ്രൊമോഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരു 100 കോടി ക്ലബിൽ ഇടുന്നുണ്ടാത്തത്. കണ്ണൂർ സ്ക്വാഡൊക്കെ വേണ്ട രീതിയിൽ നല്ല പോലെ ഒന്ന് യൂസ് ചെയ്തിരുന്നെങ്കിൽ 100 കോടിയൊക്കെ മമ്മൂക്കയുടെ പേരിൽ എന്തായാലും ഉണ്ടാവുമായിരുന്നു. പക്ഷേ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിൽ അതിനൊന്നും നമുക്ക് കാര്യങ്ങൾ കിട്ടിയില്ല. അതായത് സ്ക്രീനുകളുടെ എണ്ണം ഒന്ന് കൂട്ടാൻ നോക്കുക. എന്തായാലും മമ്മൂക്കയുടെ സിനിമകൾക്ക് ആൾ കയറുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല സിനിമകളിലാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സിനിമകളാണ് അദ്ദേഹം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ കയറാൻ തയ്യാറാണ്. പക്ഷേ അതിന് മാത്രമുള്ള ഒരു സ്ക്രീനുകളുടെ സ്പേസ് കൊടുക്കാൻ ഈ ഒരു അണിയറ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററുകാർ ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു കാര്യം ഈ സിനിമയ്ക്ക് ഉണ്ടാവാതിരിക്കട്ടെ. വേണ്ട രീതിയിൽ നല്ല സ്ക്രീൻ സ്പേസ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടട്ടെ.
അതുപോലെ തന്നെ വേണ്ട രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും യോജിക്കുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ടർബോ പോസ്റ്റർ കിഡിലൻ പോസ്റ്ററാണ്. ഇപ്പോൾ അത്യാവശ്യം ഹൈപ്പും കാര്യങ്ങളും ആ പോസ്റ്ററിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആവേശം അടങ്ങുന്നതിന് മുന്നേ തന്നെ അടുത്തൊരു പോസ്റ്റർ ഇറക്കുക, അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റർ ഇറക്കുക, ഒരു ടീസർ ഇറക്കുക, ഒരു ട്രെയിലർ ഇറക്കുക. ഇത് മാത്രം മതിയാവും സിനിമയ്ക്ക് അത്യാവശ്യം വേണ്ട രീതിയിൽ ആളുകളിലേക്ക് എത്താൻ. അപ്പോൾ എന്തായാലും ടർബോ മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞൊരു ഇടിപ്പടമായിട്ട് മാറട്ടെ, മമ്മൂക്കയുടെ ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ ത്രില്ലറായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റു വീഡിയോ മേക്കണം. അതുവരെയും ബൈ ബൈ.